മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റിൽ കേരളത്തിന് നിരാശ എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കില്ലെന്ന് തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. ബജറ്റിലെ പല പദ്ധതികളും സംസ്ഥാനത്തിന് അവകാശപ്പെടാനാകുന്നതാണെന്നും ആളുകളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ബജറ്റല്ല, അതിന്റെ നിരാശ ഉണ്ടാകാമെന്നും TCCI പ്രസിഡന്റ് SN രഘുചന്ദ്രൻ നായർ പറഞ്ഞു. കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരളത്തെ അവഗണിച്ചുവെന്ന ആരോപണം ഉയരുകയാണ്. എന്നാൽ കേരളത്തെ പൂർണ്ണമായും കേന്ദ്ര ബജറ്റിൽ അവഗണിച്ചുവെന്ന് പറയാൻ സാധിക്കില്ല എന്നും ബജറ്റിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും കേരളത്തിന് ക്ലെയിം ചെയ്യാൻ സാധിക്കുമെന്നും TCCI പ്രസിഡന്റ് രഘുചന്ദ്രൻ നായർ പറഞ്ഞു. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓറിയന്റഡ് ബഡ്ജറ്റാണ്. എന്നാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സസ്റ്റെയിൻ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തും പ്രൊഡക്ഷനും ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഈ ബഡ്ജറ്റിലാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. പല പദ്ധതികൾ പറയുമ്പം സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല. ഇപ്പോൾ 5 റീജിയണൽ മെഡിക്കൽ ഹബ് എന്ന് പറയുന്നത് ഇതെവിടെയാണെന്ന് പറയുന്നില്ല. പിന്നെ ഒന്നിനും ഒരു സ്ഥലത്ത് ഒരു ഫണ്ട് അലൊക്കേഷൻ പറയുന്നില്ല. ജേർണലിസ്റ്റിക് ആയിട്ടൊരു ബഡ്ജറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ സ്റ്റേറ്റും അവരുടെ കഴിവനുസരിച്ച് ഇത് പോയി ലോബി ചെയ്ത് വാങ്ങിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് റീജിയണൽ മെഡിക്കൽ ഹബ്ബ് നമുക്ക് ട്രൈ ചെയ്യാം. അത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, കേരളമാണ് ആയുർവേദൻ്റെ ഹബ്ബ്. അപ്പോൾ നമുക്ക് അത് ക്ലെയിം ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. കേരളത്തിൽ പുതിയ ട്രെയിൻ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായതുകൊണ്ടായിരിക്കാം അതിവേഗ ട്രെയിൻ പ്രഖ്യാപിക്കാതെയിരുന്നത്. സംസ്ഥാന സർക്കാരും റെയിൽവേയും മൂന്നാം റെയിൽവേ പാത ഇടാനുള്ള പരിശ്രമം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ റെയിൽ കോറിഡോർ ടോട്ടലി ഫുള്ളാണ്, സാച്ചുറേറ്റഡ് ആണ്. കാരണം ഇപ്പോഴേ ട്രെയിൻ ഫുൾ ചോക്കോ ബ്ലോക്ക് ആയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ ട്രെയിൻ ഇടാനായിട്ട് ഉള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതിൻ്റെ അകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പറ്റാതെ പോയത്. അടിയന്തരമായിട്ട് സംസ്ഥാന സർക്കാരും റെയിൽവേയും കൂടെ ചേർന്ന് മൂന്നാം പാത ഇപ്പോൾ ഡബ്ലിംഗ് ഉള്ള സ്ഥലത്ത് മൂന്നാം റെയിൽവേ പാത ഇട്ടാൽ മാത്രമേ നമുക്ക് പുതിയ ട്രെയിൻസ് ഭാവിയിൽ വരുള്ളൂ. ആ മൂന്നാം റെയിൽവേ പാത വരുമ്പം ഹൈ സ്പീഡായിട്ട് റെയിൽ നമ്മളിപ്പോൾ റാപ്പിഡ് റെയിൽ സിസ്റ്റം അതൊക്കെ വരണമെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. ഇതിനുള്ള ഭൂമി ലഭ്യത വേണം, ഭൂമി ഏറ്റെടുക്കണം. ഭൂമി ഏറ്റെടുക്കാത്തോളം കാലം നമുക്ക് ഒരു മൂന്നാം പാത വരാനായിട്ട് വരുത്തുമില്ല. മൂന്നാം പാത വന്നില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ പുതിയ ട്രെയിനും വരില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.